നമ്മളെ പ്ലസ് വൺത്തെ ഇടയ്ക്കിടയ്ക്ക് പ്ലസ് വണ്ണും പ്ലസ് ടു ഇല്ല മാറിപ്പോണ്ടല്ലോ. നമ്മൾ പ്ലസ് ടുത്തെ മാത്സിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. ഇത് എത്രയും പെട്ടെന്ന് ഞാൻ തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 1 റിലേഷൻസ് ഇൻ ഫങ്ഷൻസ് എന്നാണ്. കൺസിഡർ എ സെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3. ദ റിലേഷൻ ആർ ഈക്വൽ ടു 2 3 on എ ഈസ് ട്രാൻസിറ്റീവ് ആണ്. കുറച്ചൊന്ന് കൺഫ്യൂസ് ചെയ്ത ചോദ്യമാണ്. ബട്ട് ദ എൻഡ് ഓഫ് ദ ഡേ ഐ അണ്ടർസ്റ്റുഡ്. കാരണം 2 3 ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സിമെട്രിക് ആണ് എന്നും പറയാൻ പറ്റില്ല. കാരണം ലൈക്കിനോ ഇപ്പോൾ 2 3 ഉണ്ടെങ്കിൽ 3 2 കൂടി ഉണ്ടാവണം, എന്നാലത് സിമെട്രിക്കാന്ന് പറയാൻ പറ്റൂ എന്നാ പറയേണ്ടത്. പിന്നെ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 2 അല്ലെ 3 3 അങ്ങനെ എന്തെങ്കിലും വരണമായിരുന്നു. അങ്ങനെ ആയിരുന്നു നമുക്ക് റിഫ്ലെക്സീവ് എന്ന് പറയും. ഇവിടെ ഇപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും എല്ലാം ആകുമ്പോഴാണ് നമ്മൾ ഈക്വലൻസ് എന്ന് പറയാം. അപ്പോൾ സിമെട്രിക് അല്ല എന്ന് മനസ്സിലാവുമ്പോൾ തന്നെ ഒന്ന് ഫെയിലായി തന്നെ മനസ്സിലായി അത് ഈക്വലൻസ് അല്ല. അപ്പോൾ ആകെ ഒരു ഓപ്ഷനേ ബാക്കിയുള്ളൂ. ഇത് ഓപ്ഷനെ എലിമിനേഷൻ ചെയ്താലും മതി നിങ്ങൾ. അപ്പോൾ ട്രാൻസിറ്റീവ് എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തും. കൺസിഡർ എ റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു 1 2 2 3 on എ. ആഡ് എ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർ സോ ദാറ്റ് ദ റിലേഷൻ ബിക്കംസ് ഈക്വലൻസ്. ഇതിൽ എന്തെല്ലാം ഇനി വേണം? റിഫ്ലെക്സീവ് റിലേഷൻസ് 1 1 2 2 3 3 വേണം. അത് നമ്മൾ 3 ആഡ് ചെയ്ത് 1 2ന് സിമെട്രിക് സിറ്റി നിലനിർത്തതിന് 2 വേണം. അപ്പോൾ 4ാമത്തെ എലമെൻ്റ് ആഡ് ചെയ്ത് എന്താ പറയുക ശ്രദ്ധിച്ചോ. 2 3ന് സിമെട്രിസിറ്റി നിലനിർത്തതിന് 3 2 വേണം. 5ാമത്തെ എലമെൻ്റ് ആഡ് ചെയ്ത് പിന്നെ 1 3 3 1 6 7. കാരണം ആ 1 3 3 7 അല്ലോ ട്രാൻസിറ്റീവ് നേച്ചർ കാരണം വന്നു പോയതാണ്. അപ്പോൾ 1 3 ട്രാൻസിറ്റിവിറ്റി കാരണം വന്നത്. 1 3 വന്ന സ്ഥിതിക്ക് ഇനി എന്താണ്, ഇനി 3 1 കൂടി വരണം, എന്നാലത് എന്താവും, സിമെട്രിക് ആവും. സിമെട്രിക് ആണെങ്കിൽ മാത്രമേ, സിമെട്രിക്കും റിഫ്ലെക്സീവും ട്രാൻസിറ്റീവ് ആണെങ്കിൽ മാത്രമേ അത് ഇക്വലൻസ് ആവും. സോ ടോട്ടൽ വി നീഡ് 7 എന്താണ് ഓർഡേർഡ് പെയർസ്. രണ്ടാമത്തത് ദ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്നാണ്. ഓപ്പൺ ഇൻ്റർവെൽ -π/2 to π/2. എന്തുകൊണ്ടാണ് അത് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്? കാരണം π/2 ക്ലോസ് ആയി കഴിഞ്ഞാൽ വി നോ ടാൻ π/2 ഇസ് നോട്ട് ഡിഫൈൻഡ്. അത് 1/0 എന്ന് പറയുക ഇൻഫിനിറ്റിയും ഒന്നും പറയാൻ പറ്റില്ല. കാരണം 1/0 ഡിവൈഡ് ചെയ്യാനാവുന്നില്ല. ലൈക്കിനോ എനി നമ്പർ ഡിവൈഡ് ബൈ 0 ഇസ് നോട്ട് പോസിബിൾ. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബ്രാക്കറ്റ് തുറന്നു വെച്ചിട്ടുള്ളത്. ഫോർ ദ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് ഇവാലുവേറ്റ് കോട്ട് ഇൻവേഴ്സ് -1 പ്ലസ് കോസീക്ക് ഇൻവേഴ്സ് -√2 പ്ലസ് സീക്ക് ഇൻവേഴ്സ് 2. ഇതൊന്നുമില്ല. ഇതെന്താണ്, ഇവിടെ എൻ്റെ കയ്യിൽ ഇങ്ങനൊരു സാധനമുണ്ട്. ഇതിലെന്ത് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടും. ആൻസർ 5π/24 വരുന്നത്. മൂന്നാമത്തത് കുറച്ചും കൂടി ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പർട്ടി ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഞാൻ എക്സാമിൻ്റെ മുൻപ് പറഞ്ഞായിരുന്നു മെട്രിസസിൻ്റെ ഡിറ്റർമിനൻസിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ എന്തായാലും നിങ്ങൾ പഠിച്ചു പോകണം. അത് നിർബന്ധമായിട്ടും എക്സാമിന് ചോദിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അത് വരികയും ചെയ്തിട്ടുണ്ട്. എ ബി മൈനസ് ബി എ എ ആൻഡ് ബി ആർ സിമെട്രിക് മാട്രിസസ് ഓഫ് സെയിം ഓർഡർ. ദെൻ എ ബി മൈനസ് ബി എ. ഇത് അത്യാവശ്യം കുറച്ചൊരു എനിക്കൊന്നൊരു 4-5 സ്റ്റെപ്പ് ചെയ്ത ശേഷമാണ് ഇതിൻ്റെ ആൻസർ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് എന്ന് കിട്ടുന്നത്. അതായത് എ ട്രാൻസ്പോസിക്കൽ മൈനസ് എന്ന് പറയുന്ന ആ കണ്ടീഷനാണല്ലോ സ്ക്യൂ സിമെട്രിക്ക്. അപ്പോൾ ഇത് ചെയ്യാൻ എന്താണ് പ്രോപ്പർട്ടി സാധനം മനസ്സ് തലയിൽ വേണം. ഫോർ വാട്ട് വാല്യൂ ഓഫ് എക്സ് എന്ത് ചെയ്യുക, ആദ്യമോ എന്ന് പറയേണ്ടത് ഇത് ഈ പറയുന്ന ഒന്നാമത്തെ രണ്ടാമത്തെ മാട്രിക്സ് എന്താണ് കാൽക്കുലേറ്റർ ഉപയോഗിച്ചാലും മതി എളുപ്പപ്പണിക്ക്. എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിന് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഇതിപ്പോൾ ഒരു 1/3 മാട്രിക്സ് ആയിരിക്കും കിട്ടും. അതിനെ 3/1 മാട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന ഒരൊറ്റ എലമെൻറ്റിലെ മാട്രിക്സ് കിട്ടും. അപ്പോൾ എന്താ ഈ പറയുന്ന ഈ പറയുന്ന എന്താണ് 0 × 6 പ്ലസ് 2 × 2 പ്ലസ് 4 × x. 0 × 6 0 പ്ലസ് 2 × 2 4 പ്ലസ് 4x. അപ്പോൾ ഈക്വൽ ടു എന്താ, അവിടെ 0 കൊടുത്തില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന എലമെൻറ്റ് അതിൽ കിട്ടുന്ന എലമെൻറ്റ് ഈക്വൽ ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ 4 + 4x = 0. 4x 4-നപ്പുറത്തേക്ക് പറഞ്ഞാൽ -4. x = 4/4 = -1. ഈസി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് f of x = sin x - cos x 0 < x < π. ഇതെന്ത് ഇൻ്റർവെല്ലാണ് ഇത്? ആ ഫസ്റ്റ് സെക്കൻഡ് ക്വാഡ്രൻറ്റും ഇത് കവർ ചെയ്യുന്നുണ്ട് ഇത്. അപ്പോൾ ഞാനവിടെ ക്വാഡ്രൻറ്റ് വരച്ചിട്ടുണ്ട്. ഇതാ ഇത് 0, ഇത് ഇവിടെ ഇല്ലത് പൈ. അത്രയും ഈ റീജിയന് മൊത്തം കവർ ചെയ്യുന്നുണ്ട്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഇത് ആക്ച്വലി ഞാൻ ചെയ്ത ക്വസ്റ്റ്യനാണ്. അതായത് നമ്മളെ പൊതുവേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ sin x + cos x ആയിരുന്നു. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് sin x - cos x. അപ്പോൾ അത് ചെയ്തു വരുന്ന സമയത്ത് അതിൻ്റെ ഡെറിവേറ്റീവിൽ എടുക്കുമ്പോൾ sin x = -cos x, sin x/cos x = -1, tan x = -1,
അപ്പോൾ എക്സ് സിക്കൽ ടാനിന് -1 വരുന്നത് അതും ഈ ഇൻ്റർവെല്ലിനടുക്ക് ഒറ്റൊരു വാല്യൂയിൽ, അതായത് 3π/4. 3π/4 എന്ന് പറയുന്നത് 135 ഡിഗ്രി. അപ്പോൾ 3π/4 മുതൽ ഇതിപ്പോൾ നമ്പർ ലൈൻ വരച്ച് ഈ പറയുന്ന വാല്യൂ ആണ് 3π/4. ഇത് പൈ എന്ന് പറയുന്ന വാല്യൂ, ഇത് 0 എന്ന് പറയുന്ന വാല്യൂ. നമുക്കറിയാം ഇപ്പോൾ അതിൻ്റെ പേരെന്തായിരുന്നു, വേവി കർവ് ഫംഗ്ഷൻ പ്രകാരം ഇത് പ്ലസ് മൈനസ്. അപ്പോൾ ഈ ഇൻ്റർവെൽ 0 to 3π/4 സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങും 3π/4 to പൈ എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങും ആയിരിക്കും. സോ വേവി കർവ് മെത്തേഡ് വെച്ചിട്ട് അങ്ങനെയാണ് ഇത് ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സിന് നല്ലൊരു ചോദ്യം ഇത്. ബട്ട് വെരി ഈസി ക്വസ്റ്റ്യൻ. അത് പെട്ടെന്ന് ചിലപ്പോൾ എന്ന് പറയേണ്ടത് നിങ്ങൾ പൊതുവേ ചെയ്യുന്ന ക്വസ്റ്റൻ ഒന്ന് വ്യത്യസ്തമായിട്ട് ചിലപ്പോൾ സൈൻ എക്സിക്കലും മൈനസ് കോസ് എക്സ് ഇനി എന്താ ചെയ്യുന്നത് അങ്ങനെ ആലോചിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ പെട്ടുപോയിട്ടുണ്ടാവും. പക്ഷേ ആ കോസ് എക്സിനെ താഴെ എടുത്തിട്ട് അതിനെ ടാൻ എക്സ് ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വണ്ടി മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടാവും. ഈ ഇൻ്റഗ്രൽസിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ സെപ്പറേറ്റ് എന്താ പറയുക, ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എല്ലാ ഇൻ്റഗ്രൽസിൻ്റെ ക്വസ്റ്റ്യൻസിന് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ, ഒരു മണിക്കൂറോളം വലിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി നോക്കാം. എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്. ഓൾ ഇൻ്റഗ്രൽ ക്വസ്റ്റ്യൻസ് എന്നും പറഞ്ഞിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ മാത്രം ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുവാണ്. അപ്പോൾ ആദ്യത്തെ എൻ്റെത് 5th 1ൻ്റെ ആൻസർ അത്, 2nd ആൻസർ അത്. അതിൻ്റെ എല്ലാം ഞാൻ വിശദമായിട്ട് ഇതിങ്ങനെ ഇതിൽ കിട്ടുക. കാരണം ഇത് ഇൻ്റഗ്രൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുക 1-2 സ്റ്റെപ്പില്ല, കുറേ സ്റ്റെപ്പിൽ ആൻസർ കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷന് നിങ്ങൾക്ക് വേണ്ടിക്കൽ അത് ഓരോ ക്വസ്റ്റൻ എങ്ങനെയാണ് ചെയ്തു വരുന്നതെന്നുള്ളത് അതിൻ്റെ ഓരോ മെത്തേഡ് മനസ്സിലാക്കണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. റൈറ്റ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d²y/dx² പ്ലസ് dy/dx ദ ഹോൾ സ്ക്വയർ പ്ലസ് xy = 0. ഓർഡർ എന്ന് പറയുന്നത് ഹയസ്റ്റ് ടേം വരുന്നതായിരിക്കണം. അപ്പോൾ അതിലേതാ d²y. ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ ഏതാണോ ഹയസ്റ്റ് പവർ ചൂസ് ചെയ്തത് അതിൻ്റെ പവർ എന്താണ്. dy/dx ഹോൾ സ്ക്വയർ അവിടെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അതല്ല, അപ്പോൾ ഡിഗ്രി അതല്ല. നമ്മളിപ്പോൾ d²y/dx² നമ്മൾ ഓർഡറായിട്ട് ചൂസ് ചെയ്ത്, കാരണം അവിടെ 2 ഉണ്ട്. dy/dx ഒറ്റ പവറേ ഉള്ളൂ, അതിൻ്റെ പവറാണ് 2 എന്ന് പറയുന്നത്. പക്ഷേ d²y/dx² എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓർഡർ 2 ആണ്. എന്നാൽ അതിൻ്റെ പവർ എന്തായിരിക്കും, അതിൻ്റെ പവറാണ് ഡിഗ്രി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പവർ 1 ആണ്. സോ ഓർഡർ ഈക്വൽ ടു ഡിഗ്രി ഈക്വൽ ടു 1. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് ആക്ച്വലി ആ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, 1 + y² താഴെ dy/1 + y² dxന് അങ്ങോട്ടേക്ക് പറഞ്ഞാൽ dx/1 + y². അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/1 + x² എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് x ആണ്. അപ്പോൾ അത് കിട്ടും tan ഇൻവേഴ്സ് y = tan ഇൻവേഴ്സ് x + c. ഇത് ഈസി ക്വസ്റ്റൻ ആണ്. ഐ തിങ്ക് വരുന്ന 2 സ്റ്റെപ്പിൽ ആൻസർ കിട്ടും, 2 മാർക്ക് കിട്ടുന്നത്. ഇറ്റ്സ് വെരി വാല്യുബിൾ. ഇഫ് തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എനി ടു വെക്ടേഴ്സ് a and b and a.b = a cross b, then തീറ്റ ഈസ്, നമ്മളെ a.b എന്താ, എ ബി കോസ് തീറ്റ. എ ക്രോസ് ബി എന്താ, എ ബി സൈൻ തീറ്റ. എ ബി കട്ടായി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ = 1, ടാൻ തീറ്റ = 1, തീറ്റ = π/4. Find a minus b if two vectors a and b such that a എന്താ പറയുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് a = 2, മാഗ്നിറ്റ്യൂഡ് ഓഫ് b = 3, a.b = 4. a - b ആക്ച്വലി എന്താ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് a - b ദ ഹോൾ സ്ക്വയർ ചോദിക്കുന്നത്. അല്ലെ a - b ഹോൾ സ്ക്വയർ നമുക്ക് എന്നാ അറിയുന്നത്, a² - 2ab + b². a² എന്ന് പറയുന്നത് മോഡേൻ്റെ സ്ക്വയർ, -2ab എന്നെങ്ങനെ എഴുതുക, ഇവിടെ നമ്മൾ വെക്ടറിലേക്ക് വരുന്ന സമയത്ത് ഡോട്ട് പ്രോഡക്റ്റ് ഉപയോഗിക്കുക. 2 × a.b എന്ന് പറഞ്ഞിട്ട് എഴുതുക, പ്ലസ് b², മോഡ് b². അപ്പോൾ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ടല്ലോ. മോഡ് a² എന്ന് പറയുമ്പോൾ 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 2 × ഞാൻ b² എന്നാണ് ആദ്യം ചെയ്തല്ലേ, പ്ലസ് 3ൻ്റെ സ്ക്വയർ എന്താ 9, 4 + 9 - 2 × a.b എന്ന് പറയുന്നത് അവിടെ 4 കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടി, 5 ആൻസർ വരും. കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്, വെക്ടർ ഇക്വേഷൻ എഴുതുക. r = a + λb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അതേപോലെ ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് a1 b1 തന്നിട്ടുണ്ട്, a2 b2 തന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക, cos θ = b1.b2 ഡിവൈഡഡ് ബൈ മോഡ് b1 × മോഡ് b2 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഫൈനലി എത്രയാണ് വരുന്നത്, കോസ് ഇൻവേഴ്സ് √30/15 ആ ആൻസർ വരുന്നത്. അതേപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, സ്റ്റെപ്പ് ഓഫ് ഫംഗ്ഷൻ. നിങ്ങൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ സ്റ്റെപ്പ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ, പിന്നെ മുകളിൽ, പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി പോകുന്ന പോലെ. അത് ഇങ്ങനെ ഞാൻ പെന്ന് എന്ന് പറയുക, നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുക, ഞാൻ ഇപ്പോൾ പെന്നുകൊണ്ട് ഇങ്ങനെ വരക്കുമ്പോൾ ഒരു ബ്രേക്ക് ഉണ്ടാകാൻ പാടില്ല. ഇതിപ്പോൾ എന്താ, ഇങ്ങനെ വരച്ച് പിന്നെ എൻ്റെ പെന്ന് പിൻവലിച്ച് പിന്നെയും വരച്ച് പിന്നെയും വരച്ച് അവിടെ ഡിസ്കണ്ടിന്യൂസ് അല്ലേ ഫംഗ്ഷൻ, അതാ ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് സ്റ്റെപ്പ് ഓഫ് ഫംഗ്ഷൻ. അതായത് എൻ്റെ പേരെന്താ, മോഡ് എക്സ് അല്ല, സ്റ്റെപ്പ് ഓഫ് ഫംഗ്ഷൻ. അതായത്
ഒരു പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്ത് ഫംഗ്ഷൻ്റെ പേരെന്തായിരുന്നു ഓർമ്മയില്ല. അതിനെ അതാണ് ആൻസർ വരിക. അവരിത് എന്താ പറയുക, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഇട്ട സാധനം. ഇഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് തീറ്റ സൈൻ തീറ്റ ആൻഡ് വൈ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് തീറ്റ കോസ് തീറ്റ ഫൈൻ ഡി വൈ ബൈ ഡി എക്സ്. പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ആണ്. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. രണ്ട് സെപ്പറേറ്റ് ചെയ്യുക, ആൻസർ ലാസ്റ്റ് ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. ഇത് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റൻ ആയത്. 10ാമത്തെ ക്വസ്റ്റിന് നല്ല ഞാൻ പറയാമല്ലോ എൻ സി ആർ ടി കറക്റ്റ് എന്താണ് എൻ സി ആർ ടി ക്വസ്റ്റൻ അത് എക്സാമ്പിൾ ക്വസ്റ്റനാണ്. അത് എക്സാമ്പിളാണോ എക്സസൈസ് ആണോ എന്നറിയില്ല, പക്ഷേ അതിലില്ല ഒരു നല്ലൊരു ടൈപ്പ് ക്വസ്റ്റൻ ആയത്. ഇത് അത്യാവശ്യം ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ നമ്മൾ പൊതുവേ ചെയ്യുന്ന മറ്റേ റേറ്റ് ക്വാണ്ടിറ്റീൻ്റെ ക്വസ്റ്റിന് വ്യത്യസ്തമായിട്ട് ഇത് കുറച്ചും കൂടി നമ്മളെ നമ്മളെന്താ പറയുക, നമ്മൾ കുറച്ചും കൂടി ജോമെട്രിയിൽ കയറി വരുന്നുണ്ട്. നമ്മൾ 10ാം ക്ലാസ് പഠിച്ച കുറച്ചും കൂടി എന്താ പറയുക, ബോക്സസ് പിന്നെ ഈച്ച് കോർണർ ആൻഡ് ഫോൾഡിങ് അപ്പ് ദ ഫ്ലാപ്സ് വാട്ട് ഷുഡ് ബി ദ സ്ക്വയർ. 10ാം ക്ലാസ് കുറച്ചും കൂടി നോളജ് ഇവിടെ തലയിൽ ആവശ്യമുണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ. അതുപോലെ ഞാൻ എൻ്റെ സൊല്യൂഷൻ ഏതായാലും ചെയ്യുന്നതായിരിക്കും, വീഡിയോ സൊല്യൂഷൻ. അപ്പോൾ 11 ഇവാലുവേറ്റ് ഈ സാധനം. ഇതിൻ്റെ ആൻസർ ഈ വീഡിയോ സൊല്യൂഷനെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. 1, 2 എല്ലാത്തിൻ്റെ സൊല്യൂഷൻ ചെയ്തിട്ടുണ്ട്. 0, 11/4 ഒക്കെ ആൻസർ വരുന്നത്. ഏരിയ ഓഫ് ദ റീജൻ ബൗണ്ടഡ് ബൈ ദ കർവ് y സ്ക്വയർ ഈക്വൽ ടു 4x y ആക്സിസ് ആൻഡ് ലൈൻ y ഈക്വൽ ടു എന്താണ് 9/4. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് ആണ്. എലിപ്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പറയുന്ന ഇൻ്റഗ്രൽ വൈ ഡി എക്സ് വെച്ചിട്ട് ആ എന്താണ് ഇൻ്റഗ്രേഷൻ വഴി തന്നെ. ഞാനിപ്പോൾ ഒരു തൽക്കാലത്തേക്ക് ആൻസർ ഒന്ന് സിംപ്ലിഫൈ പെട്ടെന്ന് കിട്ടേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ചത്. A പൈ എ ബി. നിങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടുമല്ലോ. എന്താണ് കറക്റ്റാக സ്റ്റെപ്പ് വെച്ചിട്ട് ചെയ്യണം. ഞാൻ പിന്നെ എന്താണ് എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ആൻസർ കിട്ടി എന്താ പറയുക, ഫൈനൽ ആൻസർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, നോർമൽ ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് ഈ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാം. ഈ 13ാമത്തെയും 14ാമത്തെയും നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ചും കൂടി എൻ സി ആർ ടി ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ടെക്സ്റ്റ് ബുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത് സ്കിപ്പ് അടിക്കേണ്ടിയിരുന്നുണ്ടാവും. അത് ചെയ്യാത്ത ആൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും. അതിൻ്റെ സൊല്യൂഷൻ ഞാൻ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. 15ാമത്തേത് എൻ സി ആർ ടി പ്രൂഫാണ്. എൻ സി ആർ ടി പ്രൂഫാണ് ഇത് സാധനം. അപ്പോൾ ഇതൊക്കെ 4, 4, 4. ടെക്സ്റ്റ് ബുക്കൊന്നും വായിക്കാത്ത ആൾക്ക് ഈ മാർക്ക് 16 മാർക്കൊന്നും അല്ല 12 മാർക്കാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എൻ സി ആർ ടി ബുക്ക് ചെയ്യാത്ത ആൾക്ക്. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. നമ്മൾ എന്ത് ചെയ്യുക, A2 - A1 ഇൻറ്റു ഡോട്ട് B1 ക്രോസ് B2 ഡിവൈഡഡ് ബൈ മോഡ് B1 ക്രോസ് B2 എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഫോർമുല വെച്ചിട്ട് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഇത് സംഭവം ഈസിയാണ്, കുറച്ച് ലെങ്തി ആണ് മാത്രമേ ഉള്ളൂ. ഓരോന്നും ചെയ്ത് കണ്ടുപിടിക്കുന്നപ്പോഴത്തേക്ക് കുറേ സ്റ്റെപ്പ് ആവുന്നില്ല. പക്ഷേ സംഭവം ഈസി ക്വസ്റ്റൻ ആയത്. ചെക്ക് ദ കൺസിസ്റ്റൻസി, അതായത് നമ്മളെ മാട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. ഞാൻ അത് അതിൻ്റെ ലെങ്ത് കുറേ ചെയ്യാനുണ്ടെന്ന് പറയാം. ആദ്യം എന്തായിരുന്നു മൈനർ കണ്ടുപിടിച്ച്, പിന്നെ കോഫാക്ടർ കണ്ടുപിടിച്ച്, പിന്നെ അഡ്ജോയിൻ്റ് കണ്ടുപിടിച്ച്, അതിനെ ഡെറ്റർമിനൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കുറച്ച് പണിയുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മളെന്നിട്ട് എന്താ പറയേണ്ടത്, അഡ്ജോയിൻ്റ് അല്ലേ. ഓക്കെ, അഡ്ജോയിൻ്റ് ആണ് നമ്മളെ കോഫാക്ടർ ഡിവൈഡഡ് ബൈ നമ്മളെ ഡിറ്റർമിനൻ്റ് ഓഫ് എ, നല്ല ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് അല്ല, ഡിറ്റർമിനൻ്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി വെച്ചിട്ട് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടുന്ന ആൻസേഴ്സ് എക്സ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു 2, സെഡ് ഇസ് ഈക്വൽ ടു 3. ഇത് എപ്പോഴും ഇങ്ങനെ വരണം എന്നൊന്നുമില്ല. എപ്പോഴും നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ആൻസർ എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2. അങ്ങനെ അല്ലാത്ത കേസ് ഞാൻ എഴുതുന്ന കാലത്ത് എന്തെല്ലോ ഫ്രാക്ഷൻ പോലത്തെ വൃത്തിയായിട്ട ഫ്രാക്ഷനൊക്കെ ആയിരുന്നു ആൻസറായിട്ട് വന്നത്. ഭയങ്കര -24/114 എന്നെല്ലാം പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഫ്രാക്ഷൻസ് ആയിരുന്നു ഞാൻ എഴുതുന്ന കാലത്ത് വന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2, സെഡ് ഈക്വൽ 3 വേണ്ടിക്കൽ വരാം, വേണ്ടിക്കൽ വരാതെ ഇരിക്കാം. ഇനി യാതൊരു രീതിയിലുള്ള ഇതുമില്ല, പ്രോബബിലിറ്റിയും ഇല്ല. അത് നിങ്ങൾ ചെയ്ത് തന്നെ മനസ്സിലാക്കുന്ന ഒരു ചോദ്യം അത്. ഞാൻ 15ാമത്തെ ക്വസ്റ്റിനെ അവിടെ ഞാൻ പ്രൂഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി എൻ സി ആർ ടിൻ്റെ പ്രൂഫാണ്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് കോസ് എക്സ് ഇസ് ഓൾവേസ് ഇൻക്രീസിങ് ആണ് വരിക. അടുത്ത റേഡിയസ് ഓഫ് എ എയർ ബബിൾ ഈസ് ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് ഓഫ് എന്താണിത് 0.5 cm/s. അറ്റ് വാട്ട് റേറ്റ് ദ വോളിയം ഓഫ് ദ ബബിൾ ഇൻക്രീസിങ് വെൻ ദ റേഡിയസ് ഇസ് 1 cm. 1 cm-നല്ല 1 cm. അതിൻ്റെ 2π cm3/s ആണ് എൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം. മാക്സിമം മിനിമം എങ്ങനെ കണ്ടുപിടിക്കുക, നമ്മൾ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ തന്നെ നേരെ ഡെറിവേറ്റീവ് എടുക്കുക, ഇക്വേറ്റ് ഇറ്റ് വിത്ത് 0 ആൻഡ് ഫൈൻഡ് ദ ക്രിറ്റിക്കൽ പോയിൻറ്റ്സ്. പിന്നെ എന്ത് ചെയ്യുക, ലോക്കൽ മാക്സിമം ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മാക്സിമം വാല്യൂ വേണം. അപ്പോൾ എന്താണ്
നമ്മളെ ക്രിറ്റിക്കൽ പോയിൻറ്റ്സ് നമ്മൾ ആദ്യത്തെ എഫ് ഓഫ് എക്സിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏതിലെ ഫംഗ്ഷന് മാക്സിമം ആവുന്നതും മിനിമം ആവുന്നതും കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഏതാണോ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ അതായിരിക്കും ലോക്കൽ മാക്സിമ, ഏതാ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ അതായിരിക്കും ലോക്കൽ മിനിമ. ഓക്കെ, ഫൈൻഡ് ദി ഇൻ്റഗ്രൽസ്. ഒന്നാമത്തതിൻ്റെ ആൻസർ ഇതെല്ലാം ഞാൻ വീഡിയോ സൊല്യൂഷൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് +2 ചരിത്രത്തിൽ തന്നെ ഏറ്റവും എന്നാണ്, ഞാൻ പബ്ലിക് എക്സാം അല്ല, ഇമ്പ്രൂവ്മെൻ്റ് എന്നല്ല, എന്താ പറയുക, +2 മാത്സിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ചോദിച്ചില്ല ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് വിശേഷിപ്പിക്കുക. ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചില്ല. ഇത് മിസ്സലേനിയസ് ക്വസ്റ്റ്യൻസിൻ്റെ കാറ്റഗറിയിൽ എനിക്ക് വിശേഷിപ്പിക്കുന്നത്. മിസ്സലേനിയസ് തന്നെ കുറച്ച് ലെവൽ കൂടി ചോദ്യം. എൻ്റെ സൊല്യൂഷൻ ഞാൻ യൂട്യൂബിൽ ഇത് സെപ്പറേറ്റ് 30 മിനിറ്റ് മാത്രം ഇതിൻ്റെ സൊല്യൂഷൻ മാത്രം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്കറിയാം 3-4 പേജ് എനിക്ക് വേണ്ടിയിരുന്നു. ഇതിൻ്റെ ഒരു ഡെറിവേഷൻ എഴുതിയിട്ട് ഈ പറയുന്ന e⁻x × x-1/x+1 + c എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞി സാധനം എഴുതാൻ എനിക്ക് 3-4 പേജ് എനിക്ക് എടുത്തത്. അത്ര എന്താണ് നമ്മളെ ക്ഷമേൻ്റെ അങ്ങേയറ്റം പരീക്ഷിക്കുന്ന ഒരു ചോദ്യം അത്. വാട്ട് ഈസ് ദ ട്രൂ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ വിച്ച് റിക്വയർസ് ആബ്സല്യൂട്ട് പേഷ്യൻസ്. അത്രമാത്രം എനിക്ക് ഈ ക്വസ്റ്റ്യനെ ഇപ്പം വിശേഷിപ്പിക്കാനല്ലോ. മൂന്നാമത്തെ ആൻസറെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ യൂട്യൂബ് സൊല്യൂഷനിൽ കൊടുത്തിട്ടുണ്ട്. 20ൻ്റെ നമ്മൾ വെക്ടേഴ്സ് എന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യനാണ്. കൺസിഡർ ദ പോയിൻറ്റ്സ് എ ബി, ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ബി. നമ്മളെ യൂണിറ്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കുക, എന്താണ്, വെക്ടർ ഡിവൈഡഡ് ബൈ എൻ്റെ മോഡുലസ്. അപ്പോൾ എ ബി എന്ന് പറയുമ്പോൾ -1 i cap പ്ലസ് -2 j cap പ്ലസ് 1 -3 k cap ഡിവൈഡഡ് ബൈ എൻ്റെ മോഡുലസ് എടുക്കുന്ന സമയത്ത് എ ബിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ എന്താണ് -1 the whole square, റൂട്ട് ഓഫ് -1 the whole square പ്ലസ് -2 the whole square പ്ലസ് നമ്മളെ 1 -3 the whole square, റൂട്ട് 36 കിട്ടും, താഴെ 6 വരും. അതിൻ്റെ റൂട്ട് 36 6 ആണല്ലോ. അപ്പോൾ ആ മറ്റെന്താ പറയേണ്ടത്, വെക്ടർ എ ബി വെക്ടർ ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും ആൻസർ വരും. ഈസി ക്വസ്റ്റ്യൻ അത്. ഇഫ് എ ഈസ് ഇക്വൽ, ഇത് ആക്ച്വലി എന്താണ് വളരെ സിമ്പിൾ ചോദ്യം. എ ഈസ് ഇക്വൽ ടു ഇത്ര, ബി ഈസ് ഇക്വൽ ടു ഇത്ര, ദെൻ ഷോ ദാറ്റ് a + b and a - b are perpendicular. a + b കണ്ടുപിടിക്കുക. ഒരു 2 വെക്ടേഴ്സ് ആഡ് ചെയ്യാൻ ഇതായിരിക്കും അറിയാത്ത +2 എന്താണ് +1 കുട്ടികളും മേടിക്കില്ല, അത് ചെയ്യും. a + b കണ്ടുപിടിക്കുക, a - b കണ്ടുപിടിക്കുക, 2 വെക്ടേഴ്സ് ആഡ് ചെയ്യുക, 2 വെക്ടേഴ്സ് സബ്ട്രാക്ട് ചെയ്യുക, അതിനെ രണ്ടിനും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. കിട്ടിയ ഇപ്പോൾ a + b ഒരു c വെക്ടർ എന്നായിട്ടും പറഞ്ഞിട്ട് കൊടുക്കുക, a - b ഒരു d വെക്ടർ എന്ന് പറഞ്ഞിട്ട് എടുക്കുക. c.d = 0 ആണെങ്കിൽ, ആ കിട്ടുന്ന ആൻസർ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, a + b and a - b are perpendicular. കാരണം ഒരു വെക്ടർ ഇങ്ങനെ നമ്മൾ കോസ് തീറ്റ, നമ്മൾ കോസ് ആണല്ലോ ഈ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീറ്റ π/2 ആവുന്ന സമയത്താണല്ലോ 0 ആവുക. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ആംഗിൾ 90 ഡിഗ്രി ആകുന്ന സമയത്ത് ഇത് പെർപെൻഡിക്കുലർ. ഇങ്ങനെ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ 90 ഡിഗ്രി ആണല്ലോ ആംഗിൾ. സോ വി ജസ്റ്റ് നീഡ് ടു മേക്ക് ദ ഡോട്ട് പ്രോഡക്റ്റ് ആസ് 0. ഫൈൻഡ് ദ ഏരിയ ഓഫ് പാരലലോഗ്രാം ഹൂസ് അഡ്ജസൻറ്റ് സൈഡ്സ് ആർ ഗിവൺ. a × b എന്ന് പറയുന്നത് ഏരിയ ഈസ് ഈക്വൽ ടു a × b, മോഡ് ഓഫ് a × b. a × b വെച്ചിട്ട് നമ്മളെ ഡെറ്റർമിനൻ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ എന്ന് പറയേണ്ടത് മോഡ് എടുക്കും. അതായത് ആ കിട്ടിയ ആൻസറിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് ഇന്നേതിൻ്റെ സ്ക്വയർ പ്ലസ് ഇന്നേതിൻ്റെ സ്ക്വയർ പ്ലസ് ഇന്നേതിൻ്റെ സ്ക്വയർ എടുക്കുക. നമുക്കത് a × b ഈസ് ഈക്വൽ ടു മോഡ് എന്ന് പറയേണ്ടത് ഡെറ്റർമിനൻ്റ് ഓഫ് i j k 1 - 1 3 2 - 1 1. അതിൻ്റെ കിട്ടുന്ന ആൻസർ 20i + 5j - 5k. എൻ്റെ മോഡൽസ് എടുക്കണം, കാരണം ഏരിയയാണ് ചോദിച്ചിട്ടില്ല. നമുക്ക് വെക്ടർ അല്ല വേണ്ട, ഏരിയ ആണ് വേണ്ടത്. a × b മോഡ് എടുക്കുമ്പോൾ 20ൻ്റെ സ്ക്വയർ എത്ര 400, 5ൻ്റെ സ്ക്വയർ 25 - 5ൻ്റെ സ്ക്വയർ 25, ആൻസർ റൂട്ട് 450 ആയിട്ടു. അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 15 റൂട്ട് 2. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് കാൽക്കുലേറ്റർ എടുക്കുക. ഇതിപ്പോൾ എനിക്ക് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് ഞാൻ റൂട്ട് 450 അടിച്ചിട്ടില്ല. ഇത് എനിക്കിവിടെ ആൻസർ 15 റൂട്ട് 2 എന്നും പറഞ്ഞിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്. അത് സിംപ്ലിഫൈ ചെയ്യാനുള്ള മെത്തേഡ് ചിലപ്പോൾ നിങ്ങളുടെ കാൽക്കുലേറ്റർ തന്നെ ഉണ്ടാവും. എന്താ പറയുക, പ്രത്യേകിച്ച് പണി ചെയ്യേണ്ടി വരുമല്ലോ. കാൽക്കുലേറ്റർ ആക്ച്വലി ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് നമ്മളെ എക്സാമിനൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി പറയാനുള്ളത്. കുറച്ച് അത്യാവശ്യം ലെവൽ കൂടിയിട്ട് തന്നെയാണ് പേപ്പർ ഉള്ളത്. പല എന്താ പറയുക 10ാമത്തെ ചോദ്യവും 13, 14, 15 NCERT ക്വസ്റ്റ്യൻസ്. അതുമാത്രമല്ല, വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 19ാമത്തെ 2ാമത്തെ ഒന്നും എത്ര ആൾക്കാർ ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ അത് അറ്റംപ്റ്റ് ചെയ്ത് എല്ലാ കുട്ടികൾക്കും എൻ്റെ വകയിൽ സല്യൂട്ട് തരുവാണ്. കാരണം അത്രയും എന്താണ് ലെവൽ കൂടി ചോദ്യം ചെയ്തത്. അതല്ല അറ്റംപ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഓൺലി സല്യൂട്ട്, ഓൺലി റെസ്പെക്റ്റ്. അപ്പോൾ
ദാറ്റ്സ് ഓൾ ഫോർ ദ റിവ്യൂ. നല്ലോണം കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എന്താണ് കൂടുതൽ NCERT ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്കിനി +2ൻ്റെ മെയിൻ എക്സാം മോഡൽ എക്സാമിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇനി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ.